സൗദി അറേബ്യയിൽ നിന്ന് ബിനു ജോസ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിൽപ്പെട്ട നാട്സിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ക്രിസ്തുവിലെന്നെയും എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തും ജഗദീശ. ക്രിസ്തുവിലെന്നെയും എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തും ജഗദീശ. ജയശാലിയായി നീ എന്നുള്ളിലുള്ളതിനാ ജയോത്സവം കൊണ്ടാടുന്നേ. ജയശാലിയായി നീ എന്നുള്ളിലുള്ളതിനാ ജയോത്സവം കൊണ്ടാടുന്നേ. അതിവേഗം വരുന്നവനാ യേശുവിനെ മുഖമുഖം കാൺമാൻ ഞാൻ കാംക്ഷിക്കുന്നേ. പ്രിയരെ നിങ്ങളും ഒരുങ്ങിടുക, പ്രിയരെ നിങ്ങളും ഒരുങ്ങിടുക. സാത്താന്യ ശക്തിയെ ക്രൂശിന്മേൽ മുറ്റം ജയിച്ച യേശുവിന്റെ സാത്താന്യ ശക്തിയെ ക്രൂശിന്മേൽ മുറ്റം ജയിച്ച യേശുവിന്റെ ശക്തിയാൽ നിറഞ്ഞു ജയത്തോടെ ഞാനെന്നും ജയഗീതം പാടിടുന്നേ. ശക്തിയാൽ നിറഞ്ഞു ജയത്തോടെ ഞാനെന്നും ജയഗീതം പാടിടുന്നേ. അതിവേഗം വരുന്നവനാ യേശുവിനെ മുഖമുഖം കാൺമാൻ ഞാൻ കാംക്ഷിക്കുന്നേ. പ്രിയരെ നിങ്ങളും ഒരുങ്ങിടുക, പ്രിയരെ നിങ്ങളും ഒരുങ്ങിടുക. പാപം രോഗം ജഡത്തിന്മേൽ അധികാരമില്ലല്ലോ വൻ കൃപയാ. പാപം രോഗം ജഡത്തിന്മേൽ അധികാരമില്ലല്ലോ വൻ കൃപയാ. സകലത്തെയോ ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനാ തൻ ശക്തി മതി എനിക്ക്. സകലത്തെയോ ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനാ തൻ ശക്തി മതി എനിക്ക്. അതിവേഗം വരുന്നവനാ യേശുവിനെ മുഖമുഖം കാൺമാൻ ഞാൻ കാംക്ഷിക്കുന്നേ. പ്രിയരെ നിങ്ങളും ഒരുങ്ങിടുക, പ്രിയരെ നിങ്ങളും ഒരുങ്ങിടുക. ഞാനല്ല ജീവിപ്പത് ക്രിസ്തുവത്രേ എന്നിൽ ജീവിപ്പത്. ഞാനല്ല ജീവിപ്പത് ക്രിസ്തുവത്രേ എന്നിൽ ജീവിപ്പത്. വിശ്വാസത്തിൽ ഞാൻ സമ്പന്നനായിടുവാൻ എന്നെയും വെറുത്തിടുന്നേ. വിശ്വാസത്തിൽ ഞാൻ സമ്പന്നനായിടുവാൻ എന്നെയും വെറുത്തിടുന്നേ. അതിവേഗം വരുന്നവനാ യേശുവിനെ മുഖമുഖം കാൺമാൻ ഞാൻ കാംക്ഷിക്കുന്നേ. പ്രിയരെ നിങ്ങളും ഒരുങ്ങിടുക, പ്രിയരെ
ഒരുങ്ങിടുക. ഈ മൺകൂടാരം വിട്ടു ഞാനും നിന്നോടു ചേരുവാൻ ഞരങ്ങിടുന്നേ. ഈ മൺകൂടാരം വിട്ടു ഞാനും നിന്നോടു ചേരുവാൻ ഞരങ്ങിടുന്നേ. എൻ മണാളായൻ പൊന്നേശ്വരാജാവേ, എന്നാശ നീ മാത്രമേ. എൻ മണാളായൻ പൊന്നേശ്വരാജാവേ, എന്നാശ നീ മാത്രമേ. അതിവേഗം വരുന്നവനാ യേശുവിനെ മുഖമുഖം കാൺമാൻ ഞാൻ കാക്ഷിക്കുന്നേ. പ്രിയരേ, നിങ്ങളും ഒരുങ്ങിടുക. പ്രിയരേ, നിങ്ങളും ഒരുങ്ങിടുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ നമ്മുടെ ഹല്ലേലൂയ ഉള്ളത്തെ ഉണർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ ദൈവം സഹായിക്കുന്നു. നല്ല സ്വരവും നല്ല ശബ്ദവും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് വേണ്ടി പാടുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന നമ്മുടെ മക്കളെ, കുടുംബമായി കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ കൽപ്പരാജ്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിരന്തരം അപകടത്തിന് അനന്തരം ആപത്തിന് ബാധവ്യാധി രോഗാണുക്കളും എല്ലാം നിർവഹിച്ച് എല്ലാ സ്വർഗത്തിലെ ആത്മീയവും ഭൗതികമായ അനുഗ്രഹ സമൃദ്ധി മക്കളുടെ മേൽ ദൈവം പകർന്ന് അവിടെ മാനിപ്പാൻ നമുക്ക് പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒക്കെയമ്മ പ്രേരണയൊക്കെ അനുഗ്രഹവിഷയമാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു പാടിയതായിരുന്നു. ഓരോ വരികളും നമ്മളെ പ്രത്യാശയിലേക്ക് നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. ഹല്ലേലൂയ. നമ്മുടെ പ്രിയനെ നാം മുഖാമുഖമായി കാണുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം മോശയോട് സംസാരിക്കുക. ഹല്ലേലൂയ. ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മുടെ പ്രിയൻ ഇരിക്കുന്നിടത്ത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുള്ള എത്ര ശ്രേഷ്ഠമേറിയ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ദൈവജനങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രിയനോടടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വിലപ്പെട്ട ഭാഗ്യത്തിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഒരശുദ്ധനും അവിടെ കടക്കയില്ല. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കേൻ. അതിവിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാർ മാത്രമാകുന്നിരിക്കുന്നത്. ഹല്ലേലൂയ. രാത്രികാലം ഹല്ലേലൂയ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വം എടുക്കുകയും അനുഗ്രഹ സമൃദ്ധി എല്ലാവരുടെ മേലും ദൈവം പകർന്നു. സ്തോത്രം. സ്തോത്രം. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആലപിക്കുവാനും ഹല്ലേലൂയ കർത്താവിന് വചനം സൂക്ഷിപ്പാനും എല്ലാം ദൈവം കൃപ അഭിഷേകവും മക്കളുടെ മേലും ഈ പ്രേയറിൽ പാട്ട് പാടുന്ന മക്കളുടെ മേലും എല്ലാം ദൈവകൃപകൾ അധികമായി പകരുവാൻ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. തുടർമാനും ദൈവജനം സംസാരിപ്പാനും പോകുന്ന ദൈവ കർത്താവിന് വിലപ്പെട്ട ഹല്ലേലൂയ ദാസിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ തുറന്നു കെട്ടുവാനും ഹല്ലേലൂയ അന്ത്യകാല സംഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട സത്യങ്ങൾ പ്രസ്താവിക്കാൻ പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമൊക്കെ ആത്മാവിൽ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം കർത്താവേ. പരിശുദ്ധ ദൈവമേ, സകലപിതാവേ, സ്തോത്രം കർത്താവേ. അവിടുത്തെ പാതയോടത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് സ്തോത്രം ഞങ്ങൾക്ക് ഒരുമിച്ച് അടുത്തുവരാൻ കർത്താവെ പ്രളയൻ മുഖാന്തരം കർത്താവെ ഒരുക്കുന്ന വഴികൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നല്ലൊരു മഴക്കാലം അപ്പാ സ്തോത്രം കർത്താവെ. കൃപയുടെ മറയിൽ ഞങ്ങൾ എല്ലാവരും മറച്ചില്ല അപ്പാ സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കും ഞങ്ങളുടെ പോക്കിലും വരില്ല ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ സ്കൂൾ ജീവിതം കോളേജ് ജീവിതത്തിലൊക്കെ അപ്പത്തിന്റെ കൃപയിൽ സാന്നിധ്യം വെച്ചിരുന്നപ്പ സ്തോത്രം. അവിടുത്തെ ചെറുതിനടിയിൽ ഞങ്ങൾ എല്ലാവരും പൊതിനായി സ്തുതിക്കുന്നപ്പ ഹല്ലേലൂയ. ഒരർത്ഥം നിനക്ക് ഭവിക്കൽ ഒരു ഭാവിന്റെ കൂടാരത്തിനടുക്കില്ല കർത്താവിന്റെ വാക്തത്വ വചനങ്ങളെ കൊണ്ട് കർത്താവെ ഞങ്ങളെ പൊതിരിക്കുക സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. സന്ധ്യാസമയം ഞങ്ങളെ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ എല്ലാവരുടെ മേൽ പറഞ്ഞുകൊണ്ടിരിക്കാവും. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് വിലപ്പെട്ട ദാസൻ ഒക്കലോമ സിറ്റിയിൽ ഡോക്ടർ ജോൺ വർഗീസ് ഹല്ലേലൂയ ദൈവജനം ഹല്ലേലൂയ ശുശ്രൂഷിക്കും. നമുക്ക് വളരെ ഭയഭക്തിയോടും നിറയലോടും ദിവസമില്ലായിരിക്കാം. എത്ര കേട്ടാലും കൊതിയും മതിയും തീരാത്ത ദൈവത്തിന്റെ വചനം നമുക്ക് കേൾപ്പാൻ യഹോവയുടെ ശബ്ദം നല്ല ഇടയനായ ജീവൻ തന്ന മുഴുവൻ രക്തം ഊറ്റി നല്ല ഇടയനായ നമ്മുടെ കർത്താവിന്റെ ശബ്ദം കേൾക്കാം. യഹോവയെ അരുളിച്ചേണമേ,
അടിയൻ കേൾക്കുന്ന പ്രാർത്ഥന കാര്യങ്ങൾ വചനം സൂക്ഷിക്കാൻ കർത്താവിന് വിലപ്പെട്ട ദാസനെ ആദരവോട് സ്നേഹത്തോടും ഒക്കലോമാത്രയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് അല്പസമയം വചനം പഠിക്കുവാൻ കർത്താവ് നമുക്ക് ഈ അവസരം ഒരുക്കിയല്ലോ. അവിടുത്തെ നന്മകൾ കൊണ്ടും ഐശ്വര്യങ്ങൾ കൊണ്ടും കർത്താവ് നമ്മെ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള പഠനത്തിൽ സക്കറിയ പ്രവചനത്തിന്റെ 1-ാം അധ്യായമാണ് കഴിഞ്ഞ 3 ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ വേദഭാഗത്തു നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സഖറിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവന്റെ പിൻപിൽ ചുവപ്പും കരാനിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്നുത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്നുത്തരം പറഞ്ഞു. എന്നാറെ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണാതിരിക്കുമെന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോടെ നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം ഞാൻ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും സിയോനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിനെ അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിനെ അവൻ, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവിടുത്തെ വചനം ഞങ്ങൾ വായിച്ചല്ലോ. ഇന്ന് സന്ധ്യയെങ്കിൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. തിരുനാമം മാത്രം മഹത്വപ്പെടണമേ. എതിരായുള്ള ദുഷ്ടന്റെ ആയുധങ്ങളെ ഫൽസിക്കണമേ. അവിടുത്തെ നാമം മാത്രം ഉയരുവാൻ തക്കവണ്ണം അധരത്തിൽ ആലോചന നൽകണമേ.
തിരുനാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം വായിച്ചതായ വേദഭാഗങ്ങളിൽ കൂടെ സക്കറിയ പ്രവാചകൻ കണ്ട 1ഉം 2ഉം ദർശനങ്ങളെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചോലയിലെ കൊഴുന്നുകൾക്കിടയിൽ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ പഴയ നിയമത്തിൽ പ്രത്യക്ഷനായ യേശു ക്രിസ്തു, പ്രീ ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ്. ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതനായി, അതുപോലെ തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അനേക സംഭവങ്ങൾ നമുക്ക്, അനേക ദർശനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എഹെസ്കേൽ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ, ഇശയ്യാ പ്രവാചകൻ, യിരെമ്യാ പ്രവാചകൻ, ഈ പ്രവാചകന്മാരെല്ലാം കർത്താവിനെ ഇങ്ങനെ കണ്ടതായി കാണുവാൻ സാധിക്കുന്നു. ഇവർ മാത്രമല്ല, അബ്രഹാം കർത്താവിനെ കാണുകയും നമസ്കരിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. അതിനെ തടഞ്ഞില്ല എന്ന് കാണാൻ സാധിക്കുന്നു. ദൂതന്മാരെ നമസ്കരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ തടയുന്നത് കാണുവാൻ സാധിക്കുന്നു. കാരണം അവർ വെറും ദൂതന്മാരാണ്. എന്നാൽ യഹോവയെ നമസ്കരിച്ച, കുനിഞ്ഞു വീണു നമസ്കരിച്ച അബ്രഹാമിനെ ദൈവം തടഞ്ഞില്ല. കാരണം അത് പഴയ നിയമത്തിൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവവചനത്തിന്റെ ആഴമായ പഠനം തിയോളജിയിൽ കൂടെ പഠിക്കുമ്പോൾ അവയൊക്കെയും ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വ്യക്തമായി ദർശിക്കുവാനായിട്ട് സാധിക്കും. നാം വിവിധ കാരണങ്ങളാൽ ഈ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടതാകുന്നു എന്ന് നാം തെളിയിച്ച് ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച വേറൊരു ഭാഗം ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്ന ദൂതന്മാരെ പറ്റിയാണ്. 1-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും നമുക്കതേ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ദൂതഗണങ്ങളും സാത്താന്റെ ഏജൻസ് ആയിട്ടുള്ള ദുഷ്ടദൂതഗണങ്ങളും ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നുവെന്നും, ഹല്ലേലൂയ സ്തോത്രം, ഈ ദുഷ്ടദൂതഗണങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിന് നാം നമ്മുടെ പാർപ്പിടങ്ങളുടെ കട്ടലക്കാലികളിന്മേലും കുറുമ്പടിമേലും വാഹനങ്ങളിന്മേലും നമ്മിൽമേലും നമ്മുടെ തലമുറകളിന്മേലും ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ പൊതിയപ്പെടണമെന്നും ദൈവവചനത്താലും ആത്മാവിന്റെ ശക്തിയാലും ക്രിസ്തുയേശുവിന്റെ രക്തത്താലും സാത്താനെ ജയിക്കണമെന്നും ഞാൻ പ്രത്യേകം കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുകയുണ്ടായി. അതൊരു പ്രത്യേക സംഗതിയായി, ഒരു വാണിംഗ് ആയി, ഒരു ഉപദേശമായി നിങ്ങൾ എടുക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പല അനർത്ഥങ്ങളും പല ദോഷങ്ങളും പല രോഗങ്ങളും ഇങ്ങനെ സാത്താന്യമായ ശക്തിയാൽ നമ്മുടെ നേരെ വരുമ്പോൾ അവയെ ജയിക്കുന്നത് തിരുവചനം പഠിപ്പിക്കുന്ന അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ ആ വാക്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പലതവണ സാക്ഷ്യവചനം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് തിരുവചനത്തോടുള്ള ബന്ധത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ സാക്ഷ്യവചനമാണ് തിരുവചനം. ആകയാൽ തിരുവചനത്താലും ക്രിസ്തുയേശുവിന്റെ രക്തത്താലും അവിടുത്തെ നാമത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദുഷ്ടാത്മ ശക്തികളുടെ മേൽ ജയം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ നല്ല ദൂതഗണങ്ങളാലുള്ള പ്രൊട്ടക്ഷനും പ്രൊവിഡൻസും നമുക്ക് യഹോവയുടെ കൽപ്പന പ്രകാരം ലഭിക്കുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായി കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഞാൻ വിട്ടുപോയ ഒരു കാര്യം പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ദാരിയവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സക്കറിയാവിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. സക്കറിയ പ്രവാചകന്റെ ബാലൻ താൻ ഒരു യൗവനക്കാരനായിരുന്നുവെന്ന്
ഹല്ലേലൂയ. ഈ പുസ്തകം വായിക്കുമ്പോൾ, വിശേഷാൽ 2-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഹഗായി പ്രവാചകൻ വാർദ്ധക്യത്തിൽ ശുശ്രൂഷയ്ക്ക്, കാനൂനികമായ ശുശ്രൂഷയ്ക്ക്, അതിനു മുമ്പ് താൻ ശുശ്രൂഷ ചെയ്തിരിക്കുകയാണ്. കാനൂനികമായിട്ടുള്ള ഹഗായി പ്രവചന പുസ്തകം ലഭിക്കുന്നത് വാർദ്ധക്യ സന്ദർഭത്തിൽ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഇദ്ദോ പ്രവാചകനാണ് സെക്കറിയാവിന്റെ വലിയപ്പനായിട്ട് കാണുവാൻ സാധിക്കുന്നത്. താൻ ഒരു പ്രവാചകനാണ് എന്ന് 1-ാം വാക്യത്തിൽ പറയുന്നു. അനേക വേദവിദ്യാർത്ഥികളുടെയും അഭിപ്രായം ഈ ഇദ്ദോ പ്രവാചകൻ ഏലിശയുടെയോ ഏലിയാവിന്റെയോ, ഒരുപക്ഷെ ഏലിയാവിന്റെ അല്ലെങ്കിൽ ഏലിശയുടെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നിരിക്കണം എന്ന് ചിന്തിക്കുന്നവരും വിവിധ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവരുമുണ്ട്. ഏലിയാവിനെ പല ശിഷ്യന്മാരുള്ളതായി ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 50 പ്രവാചക ശിഷ്യന്മാരെ വിവിധ ഇടങ്ങളിൽ താമസിച്ച പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബഥേലിലെ, എരിഹോവിലെ, ജോർഡാനിലൊക്കെ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏലിയാവിന്റെയും ഏലിശയുടെയും ശുശ്രൂഷയിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഏലിശയെ പോലെ ഏലിയാവിനോടുകൂടെ നിന്ന് ശുശ്രൂഷിച്ച ഒരു പ്രവാചക ശിഷ്യനാകാനാണ് ഇദ്ദോ പ്രവാചകൻ, അഥവാ താൻ ഒരു വലിയ പ്രവാചക ആത്മാവുള്ളവനും ശുഷ്കാന്തിയോടുകൂടെ കർത്താവിനെ സേവിച്ചവനുമൊക്കെയാണ് എന്നാണ് വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം. ഹല്ലേലൂയ, സ്തോത്രം. ഇദ്ദോ എന്ന പേരിന് ഉത്സവം എന്നാണ് അർത്ഥം. ശ്രേഷ്ഠാനുഭവമെന്നോ ഉത്സവമെന്നൊക്കെ ഇദ്ദോ എന്ന പേരിന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ ഉത്സവങ്ങളെ ഉയർത്തിപ്പിടിപ്പിക്കുകയും ആ ദൈവിക ഉത്സവങ്ങളിൽ ഒന്നിൽ താൻ ജനിക്കുകയോ മറ്റോ ചെയ്തതുകൊണ്ടാകാം അങ്ങനെ തനിക്ക് ആ പേര് ലഭിച്ചത് എന്ന് പറയുന്നവരുമുണ്ട്. ഇദ്ദോ പ്രവാചകന്റെ മകനാണ് ബെരഖ്യാവ്. ഈ ബെരഖ്യാവ് നമ്മളെ പറ്റി കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ബെരഖ്യാവിന്റെ മകനായ സെക്കറിയാവ് എന്ന് പറയുന്നത് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. അത് ഈ ബെരഖ്യാവിനെ തന്നെ പറ്റിയാണ് പറയുന്നത് എന്നാണ് ഒരു നല്ല ഭാഗം ആൾക്കാർ പറയുന്നത്. ചിലര് ഈ ബെരഖ്യാവല്ല എന്ന് പറയുന്നവരുണ്ട്. എന്റെ അഭിപ്രായം ഈ ബെരഖ്യാവ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു സെക്കറിയാവിന്റെ രക്തസാക്ഷി മരണത്തോടുള്ള ബന്ധത്തിൽ അത് ഓർപ്പിക്കുന്നുണ്ട്. ബെരഖ്യാവ് എന്ന പേരിന്റെ അർത്ഥം അനുഗ്രഹം, യഹോവയിൽ നിന്നുള്ള അനുഗ്രഹം എന്നാണ്. ദൈവിക ഉത്സവങ്ങളിൽ സന്തോഷിച്ചിരുന്ന ഇദ്ദോ പ്രവാചകന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ബെരഖ്യാവ്. ഈ ബെരഖ്യാവിന്റെ മകനാണ് സെക്കറിയ പ്രവാചകൻ. സെക്കറിയ പ്രവാചകൻ കൃത്യമച്ച് ബാബേലിൽ വെച്ച് ജനിച്ചവനായിരിക്കാനാണ് സാധ്യത. സെക്കറിയ പ്രവാചകൻ ജനിച്ച് അധിക നാൾ കഴിയുന്നതിനു മുമ്പ് 70 വർഷം കഴിഞ്ഞ് യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഹഗായി പ്രവചനത്തിലെ, സെക്കറിയ പ്രവചനത്തിലെ, ഇസ്രാ 2-ാം അധ്യായം, നെഹമ്യ പുസ്തകത്തിലെ ഒക്കെയും പറഞ്ഞിരിക്കുന്നത് പോലെ ഏതാണ്ട് 48,000-ലധികം യഹൂദന്മാർ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങി വരുന്നതിന് മുമ്പ് ബാബേലിൽ വെച്ച് ജനിച്ച ഒരു യൗവനക്കാരനായിരിക്കണം സെക്കറിയാവ് എന്നുള്ളതാണ് നാം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയോടുള്ള ബന്ധത്തിലാണ് ഈ പ്രവചന പുസ്തകം ആത്മാവിൽ കാണുമ്പോൾ തനിക്ക് ഏതാണ്ട് 20 വയസ്സോളം പ്രായം കാണുമെന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ വരുവാൻ കാരണമായത്. ഏതാണ്ട് 16 വർഷത്തോളം ആലയത്തിന്റെ പണി മുടങ്ങിക്കിടന്നു.
താൻ ജനിച്ച് അധികം താമസിക്കാതെ തന്നെ യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇസ്രയേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. സെക്കറിയാവ് എന്ന നാമത്തിന്റെ അർത്ഥം യഹോവയെ ഓർക്കുന്നു, യഹോവയെ ഓർക്കണമേ എന്നുള്ളതാണ്. വേദവിദ്യാർത്ഥികൾ അതിന്റെ പശ്ചാത്തലത്തെ പറ്റി പറയുന്നത് ഇദ്ദോ പ്രവാചകനും ബെരഖ്യാവും സെക്കറിയാവ് എന്ന് പേരിടുവാൻ കാരണം ആ സന്ദർഭത്തിൽ സെക്കറിയാവ് ജനിച്ചപ്പോൾ ഏതാണ്ട് 70 വർഷം കഴിഞ്ഞുവെന്നും ബാബേല്യരുടെ തകർച്ച ഉണ്ടായി എന്നും ദാര്യാവേശും കോരിശും രാജഭരണത്തിലേക്ക് മേദ്യ പേർസികൾ വന്നു എന്നും കണ്ടപ്പോൾ ഈ പ്രവചനങ്ങൾ യിരെമ്യാ പ്രവചനത്തിലും ഇശയ്യാ പ്രവചനം 44-45 അധ്യായങ്ങളിലുള്ള കോരിശിനെയും ഒക്കെ കണ്ടുകൊണ്ട് കർത്താവേ ഓർക്കണമേ, മറന്നുപോകരുതേ, തന്റെ ജനത്തെ ഓർക്കണമേ എന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കത്തക്കവണ്ണം കൊടുത്തിരിക്കുന്ന പേരാണ് സെക്കറിയാവ് എന്നുള്ളതായ പേര് എന്ന് ചില എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തു തന്നെയായാലും സെക്കറിയാവിന്റെ ജനനത്തിന് ശേഷം അധികം താമസിക്കാതെ യഹൂദന്മാർക്ക് ബാബേലിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരുവാൻ ഇടയായതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. സെക്കറിയാവിനെ പറ്റി നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ താൻ ഒരു പുരോഹിതൻ കൂടെ ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ഇദ്ദോ പ്രവാചകൻ ഒരു പുരോഹിത പ്രവാചകനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗരോഹിത്യ ശുശ്രൂഷയും പ്രവചന ശുശ്രൂഷയും ഒന്നുപോലെ ചെയ്തിട്ടുള്ള പലരെ നമുക്ക് കാണാം. അതിലൊരാളാണ് യിരെമ്യാവ്, വേറൊരാളാണ് യെഹെസ്കേൽ, ഇവരെയൊക്കെയും. എന്നാൽ യെശയ്യാവ് യഹൂദ ഗോത്രത്തിൽ, ലേവി ഗോത്രത്തിലല്ല യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ്. താൻ ഒരു പ്രവാചകനായിരുന്നു, എന്നാൽ താൻ ഒരു രാജകുടുംബത്തിൽ ജനിച്ചവനായിരുന്നു, എന്നാൽ താൻ ഒരു പുരോഹിതനല്ലായിരുന്നു. അങ്ങനെ പുരോഹിത പ്രവാചകന്മാരിൽ പെട്ടവനാണ് സെക്കറിയാവ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൾക്കാഴ്ച ഉള്ളവനായി കർത്താവിനെ പറ്റിയുള്ള ശുഷ്കാന്തി തന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കാണാൻ സാധിക്കുന്നു. ഇതിനെപ്പറ്റി വളരെ പഠിക്കുവാനും സെക്കറിയാവ് എന്ന 1-ാം വാക്യത്തിൽ കൂടെ തന്നെ ഒരു വലിയ പ്രസംഗം ചെയ്യുവാനുമായിട്ടുമുണ്ട്. എന്നാൽ അതിന് ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബത്തിൽ വലിയപ്പൻ, അപ്പൻ, ഇത് 3-ാം തലമുറക്കാരനാണ് സെക്കറിയാവ്. ഇവർ പിന്മാറ്റക്കാർ, യഹൂദന്മാർ പിന്മാറ്റത്തിൽ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ജീവിച്ചവരാണ്. അവരുടെ ചുറ്റുപാടുകളൊന്നും അവരെ ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണമുള്ള അനുകൂല അവസ്ഥകൾ തുറന്നു കൊടുത്തവരല്ല. അവർ ജാതികളുടെ ഇടയിൽ ബാബേലിൽ ജീവിച്ചവരുമാണ്. ജാതികളുടെ ഇടയിൽ ജീവിച്ചവർ, സ്വന്തം ദേശം നഷ്ടപ്പെട്ടവർ, ഇസ്രയേലിന്റെ യഹൂദന്മാരുടെ കഠിന പിന്മാറ്റ സമയത്ത് ജീവിച്ചവർ. ഇങ്ങനെയൊക്കെ ആയാലും ഇദ്ദോ പ്രവാചകനും ബെരഖ്യാവിനും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവഭയമുള്ള കുടുംബം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു യൗവനക്കാരനായ സെക്കറിയാവിനെ യഹോവയുടെ പ്രവാചകനായി മാറുവാനും നിരന്തരമായുള്ള ദർശനങ്ങൾ കാണുവാനും തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്നൊരു നശ്വരമായ ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പാപപങ്കുലമായ അവസ്ഥ, നമ്മുടെ തലമുറകളൊക്കെയും നശിച്ചു പോകുന്ന ദൈവഭയമില്ലാത്ത സ്കൂൾ സിസ്റ്റത്തിലൊക്കെയാണ് വളരുന്നത്. അവർ കാണുന്നതായ TV പ്രോഗ്രാംസ്, അവരുടെ ചുറ്റുപാടുകളൊന്നും ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നതല്ല. എന്തെങ്കിലും അവരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഭവനമാണ്. ആ ഭവനത്തിൽ നിരന്തരമായി ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ദീപം കത്തിക്കൊണ്ടിരിക്കണം. ഈ ദീപത്തിലായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുവാൻ.
നമ്മുടെ കുഞ്ഞുങ്ങൾ കാണേണ്ടത് നമ്മുടെ പാർപ്പിടത്തിലുള്ളതായ യഹോവയുടെ ആരാധന, നിരന്തരമായുള്ള പ്രാർത്ഥന, വിശുദ്ധ ജീവിതം, ദൈവത്തെ പറ്റിയുള്ളതായ ആ ജിജ്ഞാസ, ദൈവമക്കളോടുള്ളതായ സ്നേഹം, മറ്റുള്ളവരെ കരുതുന്ന അവസ്ഥ, നമ്മളിൽ നിന്നും വലിയ മാതൃകാകരമായ ഒരവസ്ഥ നമ്മുടെ തലമുറകളുടെ തലയിലേക്ക് കയറ്റുവാൻ, ഹൃദയത്തിലേക്ക് കയറ്റുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വം ദൈവമക്കളാകുന്ന മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ് ആകുന്ന നമുക്കൊക്കെയും ഉണ്ട് എന്നോർത്തുകൊണ്ട് ഭയത്തോടും പ്രവാസത്തോടും പ്രാർത്ഥനയോടും തലമുറകളെ നിരന്തരമായി ദൈവസന്നിധിയിൽ ഉയർത്തിയും നമ്മുടെ പ്രവാസ ജീവിതം കഴിപ്പാൻ നാം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ സെക്കറിയാവിനെ പോലെ യൗവനത്തിൽ തന്നെ ദൈവത്തെ സേവിക്കുന്ന തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നൊരു കാര്യം കൂടെ ഇവിടെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ മറന്നു പോകാതെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഈ സെക്കറിയ പ്രവചനത്തിന്റെ കോർ സബ്ജക്ട്, പ്രധാന വിഷയമെന്ന് പറയുന്നത് മശിഹൈക മഹത്വമാണ്. ദ ഗ്ലോറി ഓഫ് ദ മസായ. അതാണ് 1-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ. ഓരോ അധ്യായവും ഓരോ വാക്യവും നാം വിശകലനം ചെയ്ത് ആഴമായി പഠിക്കുമ്പോൾ ഓരോ വാക്യത്തിൽ കൂടെയും മശിഹാതമ്പുരാന്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പദപ്രയോഗം യഹോവയോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സെക്കറിയ പ്രവചനം പഠിക്കുക. സെക്കറിയ പ്രവചനം പഠിക്കുന്നതായ സന്ദർഭത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ മറ്റൊന്നുമല്ല, സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമാണ്. ഹല്ലേലൂയ, 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ തന്നെ നമുക്കത് ഹല്ലേലൂയ കാണുവാനായിട്ട്. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരിവീൻ. യഹോവ എന്ന നാമമുള്ളവൻ. ഇങ്ങനെ യഹോവയാം ദൈവത്തെ വിവിധ നാമത്തിൽ നമുക്കറിയുവാൻ സാധിക്കുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട നാമമാണ് സൈന്യങ്ങളുടെ യഹോവ എന്നുള്ള നാമം. എന്താണ് ഈ സെക്കറിയ പ്രവചനത്തിന് സൈന്യങ്ങളുടെ യഹോവ മശിഹൈക മഹത്വത്തോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിൽ 300-ലധികം പ്രാവശ്യം സൈന്യങ്ങളുടെ യഹോവ എന്ന ആ നാമം നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ 247 പ്രാവശ്യവും പ്രവചന പുസ്തകങ്ങളിലാണ് കാണുവാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ യഹോവ എന്ന നാമം കാണുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം ആദ്യം നാം കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകത്തിലാണ്. ആ ഭാഗത്തേക്ക് ഞാൻ താമസിക്കാതെ കടന്നു വരാം. എന്നാൽ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. 247 പ്രാവശ്യം പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളിൽ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പഴയ നിയമങ്ങൾ നാം പഠിക്കുമ്പോൾ പോസ്റ്റ് എക്സൈലിക് പ്രോഫറ്റിക്കൽ ബുക്സ്, ഹഗായി പ്രവചനം, സെക്കറിയ പ്രവചനം, മലാക്കി പ്രവചനം, പ്രോഫറ്റിക്കൽ ബുക്സ് മാത്രമാണ്. പോസ്റ്റ് എക്സൈലിക് ബുക്സ് മറ്റു പലതുണ്ട്. എന്നാൽ പ്രവചന പുസ്തകങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് കൂടെ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹഗായി പ്രവചനം വെറും 2 അധ്യായമുള്ളതായ ഒരു ചെറിയ പ്രവചന പുസ്തകമാണ്. ഈ പോസ്റ്റ് എക്സൈലിക് ബുക്കിലും
14 പ്രാവശ്യമാണ് ഹഗായി പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ യഹോവയാം ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവസാന പുസ്തകമാകുന്ന മലാക്കി പുസ്തകത്തിൽ 24 പ്രാവശ്യമാണ് 4 ചെറിയ അധ്യായങ്ങൾ ഉള്ളതായ ആ പുസ്തകത്തിൽ പ്രത്യേകം യഹോവയാം ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെക്കറിയ പ്രവചനത്തിൽ 53 പ്രാവശ്യമാണ് 14 അധ്യായങ്ങളിൽ കൂടെ സൈന്യങ്ങളുടെ യഹോവ, യഹോവ എന്ന നാമം മാത്രമല്ല, യഹോവ എന്ന നാമം നിരവധിയാണുള്ളത്. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ എന്ന വിശേഷണ നാമം കർത്താവായ യഹോവയാം ദൈവത്തെ പറ്റി 53 പ്രാവശ്യമാണ് സെക്കറിയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാസാനന്തര പ്രവചന പുസ്തകങ്ങളിൽ കൂടെ കൂടെ കാണുന്ന ഒരു പദപ്രയോഗമാണ് ദൈവത്തെ പറ്റി വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയെന്ന്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ് ആദ്യമായി സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വിശേഷണ നാമം എൽക്കാന ശീലോവിൽ ആരാധിക്കാൻ പോകുന്നതിനോടുള്ള ബന്ധത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. ഹന്നായെയും പെനിനെയും എൽക്കാനായും കൂടി ശീലോവിൽ, അന്ന് യെരുശലേമിലല്ല ശീലോവിലാണ് നിയമപ്പെട്ടകവും ടാബർനാക്കളും ഒക്കെ ഉണ്ടായിരുന്നത്. ആലയം അന്ന് പണിതിരുന്നില്ല. ആ ശീലോവിൽ യഹോവയാം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം എൽക്കാന സൈന്യങ്ങളുടെ യഹോവയെ ആരാധിപ്പാൻ എന്ന് 1 ശമൂവേൽ 3:1 കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതേ പദപ്രയോഗം വീണ്ടും 1-ാം അധ്യായത്തിന്റെ 1 ശമൂവേൽ 1:11 വാക്യത്തിൽ ആകയാൽ സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിലാണ് ആദ്യം സൈന്യങ്ങളുടെ യഹോവ എന്ന് യഹോവയാം ദൈവത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു നല്ല ഭാഗം കൺസർവേറ്റീവായിട്ടുള്ള വചന പണ്ഡിതാക്കൾ ഹല്ലേലൂയ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം ആരാധനയോടുള്ള ബന്ധത്തിലാണ് ആദ്യമായി പല രീതിയിൽ അറിഞ്ഞിരിക്കാം. എന്നാൽ പരമപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ആരാധനയോടുള്ള ബന്ധത്തിലാണ് എന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനെപ്പറ്റി വേദവിദ്യാർത്ഥികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വർഗീയ സൈന്യങ്ങളാൽ, അല്ലെങ്കിൽ അഥവാ സ്വർഗത്തിലെ കോടാനുകോടി 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 ദൂതഗണങ്ങളാൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യഹോവ എന്നാണ് ഇതിനകത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രധാനമായി വേറെ അർത്ഥങ്ങൾ അതിനകത്ത് നമുക്ക് അല്പം കൂടെ കാണാൻ സാധിക്കും. കുറഞ്ഞത് 1-2 കൂടെ എങ്കിലും കാണാൻ സാധിക്കും. എന്നാൽ നമ്പർ 1 തിങ്, സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുമ്പോൾ സ്വർഗീയ സൈന്യം ഇടവിടാതെ 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ എന്ന് ഏതെങ്കിലും ഒരു ദൈവദാസനോ ദൈവവചനത്തിലോ വായിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഉരുവായി വരേണ്ട ഒരു കാര്യമുണ്ട്.
സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ എന്നീ പദപ്രയോഗങ്ങളാൽ ദൈവത്തെ സ്വർഗത്തിലെ ദൂതഗണങ്ങളോടൊത്ത് നാമും ആരാധിക്കുവാൻ മറന്നു പോകരുത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാധനയോടുള്ള ബന്ധത്തിൽ സൈന്യങ്ങളുടെ യഹോവ എന്ന പദം ദാവീദ് ഉപയോഗിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. 2 ശമൂവേൽ 6:18 യെരുശലേമിലേക്ക് നിയമപ്പെട്ടകം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ യഹൂദന്മാരെ, ഇസ്രയേൽ മക്കളുടെ 12 ഗോത്രത്തെയും ദാവീദെ അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആരാധന ഉയർന്നു വരുമ്പോഴാണ് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹവും വെളിപ്പെട്ടു വരുന്നത്. കൃപാസനത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് ആദ്യം ദൈവത്തിന്റെ നിയമപ്പെട്ടകം കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, വലിയ സന്തോഷവും യാഗവും ഉത്സവവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു. നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ തലമുറകളെ നമുക്ക് അനുഗ്രഹിക്കുവാൻ സാധിക്കും എന്ന് ഇന്ന് സന്ധ്യയിങ്കൽ ഞാൻ ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 48:8, യെശയ്യാ പ്രവചനം 6:1-6 ഇങ്ങനെയൊക്കെ നാം നോക്കുമ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിലാണ് സൈന്യങ്ങളുടെ യഹോവ എന്ന് കാണുവാൻ സാധിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-14 വാക്യങ്ങളിൽ നമുക്കറിയാം, ഏലിയ പ്രവാചകൻ യാഗപീഠത്തിൽ സ്വർഗീയമായ അഗ്നി ഇറങ്ങി കഴിഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് സൈന്യങ്ങളുടെ യഹോവ എന്ന് കാണുന്നത്. നക്ഷത്രമണ്ഡലങ്ങളെ സൈന്യമായി യെശയ്യാ പ്രവചനം 40:26 വാക്യത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനം 19 അത് കാണുവാനായിട്ട് സാധിക്കുന്നു. ആകയാൽ സ്വർഗീയ സൈന്യമാകുന്ന നക്ഷത്രമണ്ഡലങ്ങളുടെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ എന്ന് നാം വിളിക്കുമ്പോൾ പാപികളും ദോഷികളുമായിരുന്ന മനുഷ്യപ്പൊടികളായ നമ്മെ ഈ അതിവിശുദ്ധ ദൈവത്തെ, സ്വർഗീയ സൈന്യമെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ അതിവിശുദ്ധ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം എന്നെയും അവിടുത്തെ രക്തത്താൽ യോഗ്യനാക്കി തീർത്തല്ലോ എന്നുള്ളതായ ആ ഹൃദയത്തിൽ നിന്നുള്ളതായ സ്നേഹവും സമർപ്പണവും ദൈവഭയവും നമുക്ക് ഉണ്ടായിരിക്കണം. വേറെ ഒത്തിരി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട്. എങ്കിലും ഏതാണ്ടൊക്കെ ചിലത് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നതിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഈ സെക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ, 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും 6-ാം അധ്യായത്തിലുമൊക്കെ സൈന്യങ്ങളുടെ ദൈവിക ദൂതഗണങ്ങളാകുന്ന സൈന്യങ്ങൾ ഈ യഹോവയുടെ നാമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വിവിധമായ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുന്നത് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ജീവനുള്ള ദൈവത്തെ, സൈന്യങ്ങളുടെ യഹോവയെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവ പൈതലെ, നിന്നെ കാക്കേണ്ടതിന്, നിന്നെ പരിപാലിക്കേണ്ടതിന്, നിന്റെ പാർപ്പിടത്തിന് ചുറ്റും ഏലിശയുടെ ഭവനത്തിലെ ദോഥാനിൽ അഗ്നിമയമായ ദൂതഗണങ്ങൾ ഉള്ളതുപോലെ ശത്രുഗണം നിനക്കെതിരായി കടന്നു വരുമ്പോൾ, അത് രോഗങ്ങളാകട്ടെ, ബാധകളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, അത് നിന്നോട് അടുക്കാതെ വണ്ണം സൈന്യങ്ങളുടെ യഹോവ അവിടുത്തെ ദൂതഗണങ്ങളെ നിനക്ക് ചുറ്റും തീമതിലായി കാവലാക്കിയിട്ടുണ്ട് എന്ന് മറന്നു പോകരുത്.
ആകയാൽ ഈ സൈന്യങ്ങളുടെ യഹോവയോട് പറ്റിച്ചേർന്നുകൊണ്ട് നമ്മുടെ പ്രവാസ ജീവിതം കഴിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. എന്റെ മുമ്പിലുള്ള സമയം ഏതാണ്ട് 2-3-4 മിനിറ്റ് കൂടെ ഉള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിന്റെ 16-17 ഹല്ലേലൂയ സ്തോത്രം വാക്യങ്ങളിൽ ഹല്ലേലൂയ 17-ാം വാക്യത്തിന്റെ 2 സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. യെരുശലേമിന്റെ ഭാവികാല തിരഞ്ഞെടുപ്പാണ് കാണുവാൻ സാധിക്കുന്നത്. 3-ാം അധ്യായത്തിലും ഹല്ലേലൂയ യെരുശലേമിനെ തിരഞ്ഞെടുത്ത കർത്താവ് സാത്താനെ നിന്നെ ഫൽസിക്കുന്നുവെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സെക്കറിയ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്ന മറ്റ് ഒരു പ്രധാന ഉപദേശമാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദ ഇലക്ഷൻ ഓഫ് ഗാഡ് എന്നുള്ളത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുവാൻ എന്റെ മുമ്പിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് പറയുവാൻ പ്രയാസമാണ്. എന്നാൽ സുദീർഘമായി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നതുമില്ല. കാരണം അതൊരു വലിയ തിയോളജിക്കൽ സബ്ജക്റ്റ് ആകയാൽ അങ്ങനെ ഡീപ്പായിട്ട് പോകാതെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി അല്പമായി 3-4 മിനിറ്റ് മാത്രം സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് എനിക്കതിന് സമയമില്ല. അടുത്ത ആഴ്ചയിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, യഹൂദനെ തിരഞ്ഞെടുത്തത്, പുതിയ നിയമസഭയിൽ നമ്മെ തിരഞ്ഞെടുപ്പത്. അപ്പോസ്തലനായ പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ പറയുന്നു. അപ്പൊ അതൊക്കെയും അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം കേട്ട നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സകല നന്മയും ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുന്നു. താങ്ക് യു. God bless you. Thank you. God bless you. ഇന്ന് രാത്രികാല ഐശ്വര്യമായി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുവല്ലോ. വചനത്തിന്റെ വാതില് ദൈവഭക്തിന് ദൈവം തുറന്നു കൊടുക്കുമല്ലോ. ദൈവശബ്ദമാണല്ലോ നാം കേട്ടത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. 1-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ അനേക വിഷയങ്ങൾ, അനേക വേദഭാഗങ്ങളിലേക്ക് കടന്നുപോയി പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മളെ ചിന്തിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അന്നും ഇന്നും അരുളി ചെയ്യുന്നത് മാനസാന്തരം. ഹല്ലേലൂയ. നല്ലൊരു മാനസാന്തരത്തിലേക്ക് നാം വചനം കേട്ട നമ്മളും ഹല്ലേലൂയ സ്തോത്രം ഇവരെ മാനസാന്തരപ്പെടാതെ നിൽക്കുന്നവരൊക്കെയും മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുവാനും ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ ന്യായവിധി, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ശത്രുക്കളുടെ മേൽ ദൈവം ഹല്ലേലൂയ അയക്കുന്നത് എത്ര ഭയങ്കരമായിട്ടുള്ള ഹല്ലേലൂയ സംഭവങ്ങളാവുന്ന ദൈവം ഇതിനെ ഉടനീളം കാണുന്ന. ഹല്ലേലൂയ. ഇസ്രായേലിന് അന്ന് ഇന്ന് ശത്രുക്കളുണ്ട് യെരുശലേമിന്റെ നേരെയും. അതുപോലെ തന്നെ നമുക്ക് ഹല്ലേലൂയ ഈ ദുഷ്ടന്റെ അതിനെ കിടക്കുന്ന ഈ ലോകത്തിൽ നമ്മളെ എത്രത്തോളം ദുഷ്ടം തൊടാ ശത്രു കാണാ ദൈവമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാ സർവശക്തിയുള്ള ദൈവം, തുയേക ദൈവത്തിന്റെ സാന്നിധ്യം, ദൂതന്മാരുടെ കാവൽ നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെയും തിരഞ്ഞെടുക്കപ്പെട്ട് എല്ലാവരെയും ദൈവം പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ഈ പുസ്തക ലോകത്ത് ജീവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മ കാര്യസ്ഥന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എത്ര കരുണയുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. രക്ഷിപ്പാനും സഹായിപ്പാനും ഹല്ലേലൂയ ഇസ്രായേലിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന ദൈവം. ഹല്ലേലൂയ. ഇറങ്ങി വന്ന ശത്രുക്കളെ തുരത്തുവാനുള്ള ഓരോ ഉപകരണങ്ങളൊക്കെ ദൈവം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഉപകരണങ്ങൾ ഒന്നും വേണ്ട, ഒരു വാക്ക്, ഒരു ശബ്ദം മതി നമ്മുടെ ദൈവത്തിന്റെ പക്കൽ. ഹല്ലേലൂയ. ശത്രുക്കളെ തകർക്കുവാൻ ഇന്നും ശത്രുക്കൾ അനവധിയാവുന്ന ഇസ്രായേലിന്റെ നേരെ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നേരെ ശത്രുക്കളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ശത്രുക്കൾക്ക് മുമ്പാകെ ദൈവം നമുക്ക് മേശ ഒരുക്കുന്ന ദൈവമാവുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദുഷ്ടന്മാർ അന്നും ഇന്നുകൊണ്ട് ഹല്ലേലൂയ ദുഷ്ടത വിട്ട് യഹോവയിലേക്ക് തിരിയുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൊമ്പുകളെ ഒക്കെയും ഹല്ലേലൂയ ദൈവം മുറിച്ചു കളയുമെന്ന് നാം ദൈവത്തിൽ കാണുന്നു. നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. നീതിയും ന്യായവും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നീതിയിലും ന്യായത്തിലും ദൈവ വഴിയെ ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്
ജീവിപ്പാൻ ഇന്നത്തെ വചന കേൾവി നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നാളെ രാവിലെയും ഉച്ചയ്ക്ക് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രാത്രികാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗൈൻ ടുമോറോ മോർണിംഗ്.